ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കേരള സർവകലാശാല വീണ്ടും ഒരു വിവാദത്തിന് വേദിയായിരിക്കുകയാണ്. പതിവ് പോലെ ഒരു SFIക്കാരന് PhD നൽകാനുള്ള തീരുമാനമെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഉള്ള ഒരു പ്രബന്ധം, അതിനാണ് ഈ വിപിൻ വിജയൻ എന്ന വിദ്യാർത്ഥിക്ക് PhD പ്രബന്ധമായിട്ട് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ഇതാണ്, ഈ ചട്ടമ്പി സ്വാമിയെക്കുറിച്ചുള്ളതാണ്. സദ്ഗുരു സർവസ്വം ഒരു പഠനം എന്നതാണ് പ്രബന്ധം. എന്നാൽ ഇതിനെതിരെ ഡീൻ വൈസ് ചാൻസലർക്ക്, അതായത് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ ആളിന് PhD അവാർഡ് ചെയ്യരുത്, ഈ വിദ്യാർത്ഥിക്ക്, ഈ പ്രബന്ധം ഇംഗ്ലീഷിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്ന ഈ വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ പ്രാവീണ്യമില്ല. ഇത് സംബന്ധിച്ച ഒരു ഇതേക്കുറിച്ച് ഓൺലൈനിൽ ഒരു ഓപ്പൺ ഡിഫൻസ് നടത്തി. ആ ഓപ്പൺ ഡിഫൻസ് ഡോക്ടറൽ കമ്മിറ്റി നടത്തിയ ഓപ്പൺ ഡിഫൻസിൽ ഈ വിദ്യാർത്ഥിക്ക് ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നാണ് ഡീൻ വിജയകുമാരി നൽകിയ കത്തിൽ പറയുന്നത്. മാത്രമല്ല, വിജയകുമാരി പറയുന്നു, ആദ്യാവസാനം ഞാൻ ഡീൻ എന്ന നിലയിൽ അതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ആ കുട്ടി, ഈ വിദ്യാർത്ഥി, ഒരു ചോദ്യത്തിന് പോലും ഈ ഓപ്പൺ ഡിഫൻസിൽ ചോദ്യം ചോദിച്ച അധ്യാപകർ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മറുപടി നൽകിയിട്ടില്ല എന്നാണ് ഈ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് നൽകിയ കത്തിൽ ഡീൻ പറയുന്നത്. അതായത് ഈ സർവകലാശാല ഓറിയൻ്റൽ ഭാഷാ ഡീനും സംസ്കൃത വകുപ്പ് മേധാവിയുമാണ് ഈ ഡോക്ടർ CN വിജയകുമാരി. അവരാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. പതിവ് പോലെ ഒരു SFI നേതാവിന് യോഗ്യതകളില്ലാത്ത, അറിവില്ലാത്ത ഈ വിഷയത്തെക്കുറിച്ച് സ്വയം പഠിച്ച് വിവരങ്ങൾ ശേഖരിച്ച് പ്രബന്ധം തയ്യാറാക്കിയ ആളല്ല, മറിച്ച് ഇതെങ്ങനെയോ തട്ടിക്കൂട്ടിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആക്ഷേപം. ഇത് സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ഫോറവും പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പ്രധാന പത്രങ്ങളിലെല്ലാം ഇത് വലിയ വാർത്തയായി പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, വാഴക്കുല സംബന്ധിച്ച് ഡോക്ടറേറ്റ് സമർപ്പിച്ച വിവാദം, അതുപോലെ തന്നെ ഈ സർവകലാശാലയിൽ വേണ്ടത്ര യോഗ്യതയില്ലാതെ BCom ജയിക്കാത്തയാൾ MComന് അഡ്മിഷൻ നേടിയത്, ഇതെല്ലാം SFI നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് ഈ വിവാദങ്ങളെല്ലാം പുറത്തു വന്നത്. അല്ലെങ്കിൽ SFI നേതാക്കളാണ് ഇവിടെ എല്ലാം പ്രതിസ്ഥാനത്തുള്ളത്. അപ്പോൾ വർഷങ്ങളായിട്ട് SFI നേതാക്കൾ ആരെയൊക്കെയോ സ്വാധീനിച്ച് ഈ PhDയും ഡോക്ടറേറ്റും ഒക്കെ നേടുന്നു. വിവിധ കോഴ്സുകളിൽ യോഗ്യതയില്ലാതെ തന്നെ പഠനത്തിനുള്ള അർഹത നേടുന്നു. ഇത്തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ നമുക്കറിയാം. PSC പരീക്ഷ ക്രമക്കേട് നടത്തി കണ്ടെഴുതി PSC പരീക്ഷ ജയിച്ച സംഭവത്തെക്കുറിച്ച് നിരവധി SFI നേതാക്കൾക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നത്. അത് സംബന്ധിച്ച് കേസുകൾ നടക്കുന്നുണ്ട്. ചിലരൊക്കെ പിടിയിലായിട്ടുണ്ട്, ചിലരൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ ഇത്തരം വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഈ ചട്ടമ്പി സ്വാമിയെക്കുറിച്ചുള്ള പ്രബന്ധം ഒരു SFI നേതാവ് ഈ കേരള സർവകലാശാലയിൽ തൻ്റെ PhD പ്രബന്ധമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇക്കാര്യത്തിൽ വേണ്ട വിധത്തിൽ അന്വേഷണം നടത്തി ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂല്യനിർണയ സമിതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ അത് ഈ മൂല്യനിർണയ സമിതി തീർച്ചയായിട്ടും രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇത് ഈ അവാർഡ് ചെയ്യുന്നതിന്, PhD ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യുന്നതിന് മുമ്പുള്ള പരിശോധനയിൽ ഇതെത്തുമെന്ന് തീർച്ചയാണ്. അവിടെ ഈ ഡീനിൻ്റെ അവിടെ ഏതെങ്കിലും തരത്തിൽ തിരിമറി ഉണ്ടായി, സിൻഡിക്കേറ്റിനും ഒക്കെയാണല്ലോ ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത്. സെനറ്റും സിൻഡിക്കേറ്റും ഒക്കെ യോഗം ചേർന്നാണ് അവിടെയാണ് ഈ PhD നൽകുന്നതിനെക്കുറിച്ചുള്ള അവസാന തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അവിടെ മുമ്പ് പലപ്പോഴും ഈ ഇടതുപക്ഷ
സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങൾ ഒക്കെ ഇടപെട്ട് പല കാര്യങ്ങളിലും പലരെയും അവിഹിതമായി സഹായിച്ചിട്ടുണ്ട്, അന്യായമായി സഹായിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപവും നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. അവിടെ ഇതുണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ഡീൻ, ഈ ഭാഷാ ഡീൻ കൂടിയായ CN വിജയകുമാരി ഇത് സംബന്ധിച്ച കത്ത് നമ്മുടെ വൈസ് ചാൻസലർക്ക് നൽകിയത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം നമുക്കറിയാം, വർഷങ്ങളായിട്ട് അവർ ഇത്തരത്തിലുള്ള പ്രവണതകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കണം, ഇത് ഒരു തരത്തിലും സർവകലാശാലയ്ക്ക് ഗുണം ചെയ്യില്ല. സർവകലാശാലയിൽ നിന്ന് PhD നേടി പുറത്തു വരുന്നവർ സർവകലാശാലയ്ക്കോ നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്കോ അക്കാദമിക രംഗത്തോ യാതൊരു തരത്തിലുള്ള സംഭാവനയും നൽകുന്നില്ല. ഇവർ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടുന്ന അക്കാഡമിക് നിലവാരം ഉയർത്താൻ തക്കവണ്ണമുള്ള ഒരു സംഭാവനയും നൽകുന്നില്ല എന്ന ആക്ഷേപവും വളരെ ശക്തമാണ്. PhD നേടി വരുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ കൊള്ളില്ല എന്ന് പല പ്രമുഖ പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ പ്രശസ്തനായ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് തൻ്റെ പുസ്തകം ഇനി സർവകലാശാലയിൽ പഠിപ്പിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ കവിതയെ അധികരിച്ച് PhD എടുക്കാൻ ശ്രമിച്ചയാൾ അതിനോട് ചെയ്ത അന്യായങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇതിനെതിരെ രംഗത്ത് വന്നത്. ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ വളരെ എന്താ പറയുക, സംസ്കൃതം എന്ന വിഷയത്തിൽ ഇതുപോലെ PhD നേടാൻ ശ്രമിക്കുന്നവർക്ക് ആ ഭാഷ പോലും അറിയില്ല, അവർക്കതിൻ്റെ ദേവനാഗരി ലിപി എഴുതാൻ അറിയില്ല എന്ന ആക്ഷേപം മുമ്പ് തന്നെ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സർവകലാശാലകളിൽ ഏതെങ്കിലും ഒരു ഭാഷ അത് സംബന്ധിച്ച പഠനം നടക്കുമ്പോൾ ആ ഭാഷയിൽ തന്നെ നമ്മൾ പരീക്ഷ എഴുതണം. അതാണ് അതിൻ്റെ മനോഹാരിത അവിടെയാണ്. ഇത് സംസ്കൃതം ഐച്ഛിക വിഷയമെടുത്ത് പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാം, മലയാളത്തിൽ പരീക്ഷ എഴുതാം. പണ്ട് പട്ടാമ്പി സംസ്കൃത കോളേജിൽ നടന്നൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. അവിടെ സംസ്കൃതം ഗസ്റ്റ് ലെക്ചററായിട്ട് ഒരു ഒഴിവ് വന്നു. അത് അവർ പത്രത്തിൽ പരസ്യം ചെയ്ത് ആ ഗസ്റ്റ് ലെക്ചററായിട്ട് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാമെന്ന പരസ്യം പത്രത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പെൺകുട്ടി കടന്നു വന്നു. ആ പ്രിൻസിപ്പാളിന് തൻ്റെ ബയോഡാറ്റ കൊടുത്തു. ബയോഡാറ്റ കൊടുത്ത അവസരത്തിൽ പ്രിൻസിപ്പൽ അവർക്ക് നിശ്ചിത യോഗ്യതയുണ്ട് എന്ന് അവകാശപ്പെട്ട് സർട്ടിഫിക്കറ്റുകളുമൊക്കെ ആയിട്ടാണ് അവർ അവിടെ വന്നത്. അപ്പോൾ അദ്ദേഹം ഈ ബയോഡാറ്റ ഒന്ന് സംസ്കൃതത്തിൽ തയ്യാറാക്കി നൽകാൻ ആവശ്യപ്പെട്ടു. അവിടുത്തെ പ്രിൻസിപ്പൾ ഈ സംസ്കൃത വകുപ്പ് മേധാവി കൂടിയാണ് അദ്ദേഹം ഈ വന്ന ഉദ്യോഗാർത്ഥിയോട് തൻ്റെ ഈ ബയോഡാറ്റ ഒന്ന് സംസ്കൃതത്തിൽ തയ്യാറാക്കി നൽകാൻ ആവശ്യപ്പെട്ടു. ഈ കുട്ടി വളരെ പെട്ടെന്ന് ഉത്തരം പറയുകയാണ്, അയ്യോ എനിക്ക് സംസ്കൃത ഭാഷ ആ ലിപി എനിക്ക് അറിയില്ല, ഞാൻ ഇംഗ്ലീഷിൽ തയ്യാറാക്കി തന്നിട്ടുണ്ടല്ലോ, അത് പോരെ എന്നാണ് ഈ കുട്ടി ചോദിച്ചത്. അത്ര ഗതികേടിലാണ്. ഇത് നമ്മുടെ സർവകലാശാലകളിലെമ്പാടും, കേരളത്തിലെ സർവകലാശാലകളിലെമ്പാടും ഇങ്ങനൊരു ദുസ്ഥിതി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സംസ്കൃതത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് പഠിച്ചു പുറത്തിറങ്ങുന്ന ഈ പറഞ്ഞ PhDയും പ്രബന്ധമൊക്കെ അവതരിപ്പിച്ച് PhDയും ഡോക്ടറേറ്റും ഒക്കെ നേടുന്നവർക്ക് ആ ഭാഷയുടെ സംസ്കൃത ലിപി അറിയില്ല എന്ന ദുര്യോഗം കേരളത്തിലാണ് ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഇല്ല എന്ന് അവിടങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെ, പ്രൊഫസർമാരെ ഒക്കെ സമീപിച്ച് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. കേരളത്തിന് പുറത്ത് ധാരാളം സംസ്കൃത പണ്ഡിതന്മാരുണ്ട്, കേരളത്തിനുള്ളിലും സംസ്കൃത പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഈ ആധുനിക കാലത്ത് സംസ്കൃത ഭാഷയെ നശിപ്പിക്കുന്ന വിധത്തിൽ ഒരു വലിയ ഗൂഢാലോചനയുടെ കൂടി ഫലമാണോ ഇതൊക്കെ എന്ന് നമുക്ക് സംശയം തോന്നും. അത്തരത്തിൽ ഈ സംസ്കൃതം അറിഞ്ഞുകൂടാത്ത, ലിപി അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇംഗ്ലീഷിൽ പ്രബന്ധം എഴുതി ഡോക്ടറേറ്റുകൾ സ്വന്തമാക്കുന്നു. അത് തന്നെ അത്തരം ഡോക്ടറേറ്റുകൾ ഈ പറഞ്ഞതുപോലെ അവർ നിശ്ചിത യോഗ്യത നേടി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അങ്ങനെ വന്നതാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. എന്തായാലും സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ പരാതിയും ഡീനിൻ്റെ കത്തും സർവകലാശാല വൈസ് ചാൻസലർക്ക് ഒരു പിടിവള്ളിയാണ്. അദ്ദേഹത്തിന്
കൃത്യമായിട്ടും ഈ കാര്യത്തിൽ നടപടിയെടുക്കാൻ സാധിക്കും. മറ്റൊരു വാഴക്കുലയോ ഈ പറയുന്നത് പോലെ നിശ്ചിത യോഗ്യതയില്ലാത്ത ഒരാളെ PhD കൊടുത്ത് ഡോക്ടറേറ്റ് കൊടുത്ത് നമ്മുടെ സമൂഹത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിന്ന് തടയാൻ ഇതിലൂടെ സാധിക്കും. വൈസ് ചാൻസലർക്ക് മനസ്സ് വെച്ചാൽ അതിന് കഴിയും. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പരാതിക്ക് കൃത്യമായി ന്യായമായ ഇടപെടൽ അതിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.